ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഉന്നക്കായ പായസം അല്ലെങ്കിൽ ഉന്നക്കായ കറി. മലബാർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉന്നക്കായ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണല്ലോ എടുക്കാറുള്ളത്. അതുപോലത്തെ നേന്ത്രപ്പഴമാണ് വേണ്ടത്. അധികം പഴുക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് പഴുത്തു പോകാനും പാടില്ല. അതുപോലത്തെ നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. ഇനി നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നീട് കുരു കളയേണ്ട ആ ഒരു പണി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലി തട്ടിലോ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് റേസിൻസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കാം. ഒരുപാട് അങ്ങനെ വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴം ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുമ്പം വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പഴം തയ്യാറായി കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം ഓൾറെഡി പഴത്തിനൊക്കെ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ ഫില്ലിങ്ങിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ഈ തേങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ പഴം ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇതുപോലെ ഉടച്ചെടുക്കുന്ന സമയത്ത് പഴത്തിന് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അങ്ങനെ കുഴച്ച് കൊടുക്കുമ്പം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. നല്ലതുപോലെ ഒന്നിങ്ങനെ കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടാൽ നല്ലൊരു ഡോ പോലെ തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ചെറിയൊരു ഉരുളിയാക്കി എടുക്കാം. ഇതുപോലെ ഉരുളിയാക്കി എടുക്കുന്ന സമയത്ത് ക്രാക്കൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഷേപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിങ്ങനെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഉന്നക്കായയുടെ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ വലിയ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാറില്ലേ, ഇത് കുഞ്ഞു ഉന്നക്കായാണ്. കുഞ്ഞു ഉന്നക്കായായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉന്നക്കായായിട്ടും ചെയ്യാം. ഞാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു ഉന്നക്കായായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ സാധാരണ ബോൾ പോലെ ആക്കിയെടുത്താൽ മതി. ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇത് ഉന്നക്കായ പായസമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുഞ്ഞു ഉന്നക്കായ ആയതുകൊണ്ട് കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ ക്രാക്കൊക്കെ വരികയാണെങ്കിൽ കുറച്ച് പഴത്തിൻ്റെ പീസ് വെച്ചിട്ട് കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് വരും. അതുകൊണ്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ കവർ ചെയ്തിട്ട് വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് അധിക സമയമൊന്നും ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, ഞാൻ അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു യെല്ലോ കളർ തന്നെ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ സാധാരണ ഉന്നക്കായ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഫ്രൈ ചെയ്യാതെയും നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് 2 കപ്പ് പശുവിൻ പാലും 1 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ മുഴുവനായിട്ട് പശുവിൻ പാലിലോ തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് പശുവിൻ പാലും 1 കപ്പ് തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി.
കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പം അറിയാലോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതില്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പായസത്തിന് കുറച്ചൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പാല് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പായസം നല്ല കട്ടിയായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ടാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പഞ്ചസാരയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതാണ്, അതുകൊണ്ട് മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ പായസത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസം ആദ്യം കുറച്ചൊന്ന് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 or 3 ഉന്നക്കായ് കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുന്നതെന്ന് മാത്രം. ഒരു പാത്രത്തിലോട്ട് ആദ്യം കുറച്ച് പായസം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ഉന്നക്കായ് വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി പായസം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടി ഉന്നക്കായ് വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബൗളിൽ കുറച്ച് പായസം എടുത്തിട്ട് അതിലേക്ക് 3 or 4 ഉന്നക്കായ് പീസസ് വെച്ചിട്ട് ഒരു സ്പൂൺ കൂടി വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഉന്നക്കായ് കട്ട് ചെയ്തിട്ട് അങ്ങനെ കോരി കഴിക്കാണ് വേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു ഉന്നക്കായ പായസം കഴിക്കേണ്ടത്. നല്ല രുചിയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മലബാർ സൈഡിലൊക്കെ മുട്ട ചീകി വറുത്തത് കൂടി ചേർത്ത് കൊടുക്കും. 1 or 2 മുട്ട ഇങ്ങനെ ചീകി വറുത്തിട്ട് അതുകൂടി ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ പായസമായത് കാരണം ഞാനത് ചേർക്കുന്നില്ല, വെറും തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് 1 or 2 മുട്ട ചീകി വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കോരി കഴിക്കണം. നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാൽ നിർത്താൻ തോന്നില്ല, അത്രയ്ക്ക് രുചിയാണ്. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നത് കാരണം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.